ശ്രദ്ധിക്കുക. ഇവിടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്ടിഫയർ ആണ്. ഈ റെക്ടിഫയർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ് വിച്ച് കൺവേർട്ട് എ സി ഇൻ ടു ഡി സി. ഇപ്പോൾ റെക്ടിഫയർ എന്താണ്? ഡിവൈസ് വിച്ച് കൺവേർട്ട് എ സി ടു ഡി സി. ഇവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് റെക്ടിഫയർ. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് റെക്ടിഫയർ, ഒരു ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞ സംഭവം എന്താ ചെയ്യുന്നത്? ഡിവൈസ് വിച്ച് കൺവേർട്ട്, ഒരു സെമി കണ്ടക്ടിങ് ഡിവൈസാണ് വിച്ച് കൺവേർട്ട് എ സി ഇൻ ടു ഡി സി. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റും. കാരണം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്താണ്? എ സി ആണ്. അല്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് എന്താണ്? ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. പക്ഷേ ചില എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യൽ ഡി സിയിലാണ്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്തൊരു ബാറ്ററിയാണ്, അല്ലേ? മൊബൈൽ ഫോണ് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ അകത്ത ബാറ്ററിയാണ്, ബാറ്ററിക്ക് ആവശ്യം ഡി സി ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ചാർജർ ഇല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ചാർജർ എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് മൊബൈൽ ഫോണിനെ ചാർജ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ആ ചാർജറിൻ്റെ അകത്ത് ഒരു റെക്ടിഫയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ എന്താണ് ശരിക്കും? ഡിവൈസ് വിച്ച് കൺവേർട്ട് എ സി ഇൻ ടു ഡി സി. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ. എക്സാമ്പിൾ, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ നമ്മളെ വീട്ടിലെ എ സിയെ നമ്മൾ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുക. അതിനുപയോഗിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ എന്താ പറയുക? റെക്ടിഫയർ. ഈ റെക്ടിഫയർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. അപ്പോൾ ആദ്യം ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ. ഈ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കറിയാം എ സി എന്താണ് ശരിക്കും? എ സി എന്ന് പറഞ്ഞ സിമ്പൽ ഇങ്ങനെയല്ലേ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മളൊരു സൈൻ വേവ് ആയിട്ടല്ല വരയ്ക്കാറ്, അല്ലേ? കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഐ ഓർ ഇ, അല്ലേ? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിക്കോട്ടെ, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയിക്കോട്ടെ, നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സൈൻ കർവ് ഉപയോഗിച്ചല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് നെഗറ്റീവ്, അപ്പോഴല്ല ആൾട്ടർനേറ്റിംഗ് കറണ്ട് കിട്ടുക. പക്ഷേ ഹാഫ് വേവ് റെക്ടിഫയർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഹാഫ് സൈക്കിളും റെക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക. റെക്ടിഫിക്കേഷൻ നടത്തണം. കാരണം ഇലക്ട്രോൺ എന്താണ്? ഇത് രണ്ട് ഡയറക്ഷനിലും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോഴാണ് ഡി സി. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് എന്ത് പേര് പറയുന്നത്? ഹാഫ് വേവ് റെക്ടിഫയർ. നേരെ മറിച്ച് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും റെക്ടിഫൈ ചെയ്യും. അത് ഫുൾ വേവ് റെക്ടിഫയർ. പക്ഷേ ഹാഫ് വേവ് റെക്ടിഫയർ ഒരു ഹാഫ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റെക്ടിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ്? ഇറ്റ് റെക്ടിഫൈ ഓൺലി വൺ ഹാഫ്, അല്ലെ? ഓൺലി ഹാഫ് ഓഫ് ദ എ സി ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ എ സി ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഹാഫ്, അതിൽ ഒരു പോസിറ്റീവ് ഹാഫ് ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാഫ് മാത്രമേ ആര് റെക്ടിഫൈ ഉള്ളൂ? ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് റെക്ടിഫൈ ഓൺലി ഹാഫ് ഓഫ് ദ എ സി ഇൻപുട്ട് സിഗ്നൽ. ദാറ്റ് മീൻസ് ഇതാണ് നിങ്ങളെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളെ എ സി ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഐ ഓർ ഇ, കറണ്ട് ഓർ ഇ എം എഫ്, അല്ലെ? എ സി ഇൻപുട്ട്. ക്ലിയർ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റെക്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇതാണ്. സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ ഒരു എ സി ഇൻപുട്ട് ഉണ്ട്, അല്ലേ? ഇവിടെ ഒരു സൈൻ വേവ് കൊടുത്താൽ എന്താണ്? എ സി ഇൻപുട്ട്. അപ്പോൾ ഒരു എ സി ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. ഇവിടെ രണ്ട് കോയിൽസ് ഉണ്ട്, അല്ലേ?
രണ്ട് കോയിൽ ഉണ്ട്, അതൊരു ഡയോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ്. ഈ RL എന്താണ്? ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ഇതാണ് ഇൻപുട്ട്. ഒരു AC നമ്മളിവിടെ കൊടുത്തു. ഇതാണ് ആര്? ഇൻപുട്ട് അല്ലേ? ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. ഈ പോയിന്റ് ഞാൻ S1 എടുത്തു, ഈ പോയിന്റ് ഞാൻ എന്തെടുത്തു? S2. രണ്ട് പോയിന്റ്സ് എടുത്തു, S1 S2. ക്ലിയർ ആണോ? അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ വെച്ചാൽ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, കാരണം നമുക്കറിയാം AC ഇൻപുട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അയാൾക്കൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്പോൾ S1 പോസിറ്റീവ് ആയിരിക്കും, S1 പോസിറ്റീവും S2 നെഗറ്റീവും ആയിരിക്കും. ശ്രദ്ധിക്കുക, ആദ്യം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. കൂടുതൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയാൽ ഇത് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും, ഇത് ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. അപ്പോൾ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് S1 ആരാവും? കാരണം സൈന് കണ്ടിന്യൂസ്ലി മാറൂലേ. അപ്പോൾ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ S1 പോസിറ്റീവ്, S2 നെഗറ്റീവ്. S1 പോസിറ്റീവ് ആയാൽ ഇതെടുത്ത് P അല്ലേ, ഇത് N അല്ലേ? ഇവിടെ ഒരു ഡയോഡ് ഇല്ലേ? ഡയോഡ് ഉപയോഗിച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്തത്. ഇത് ഡയോഡിന്റെ P, ഇത് N. അപ്പോൾ S1 പോസിറ്റീവ് ആയാൽ P എന്താവും? P പോസിറ്റീവ് അല്ലേ? S1 പോസിറ്റീവ് ആയാൽ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ശരിയാണോ? കാരണം ഇത് P പോസിറ്റീവ് അല്ലേ? കാരണം P പോസിറ്റീവ് ആവും, P പോസിറ്റീവും N നെഗറ്റീവും ആവും. ശരിയാണോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ S1 ആരായി? പോസിറ്റീവ്, S2 നെഗറ്റീവ്. അപ്പോൾ S1 പോസിറ്റീവ് ആയാൽ ഇത് പോസിറ്റീവ്, P പോസിറ്റീവ്, N നെഗറ്റീവ്. P പോസിറ്റീവ് ആയാൽ ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ്ഡ് ആയാൽ എന്ത് ചെയ്യും? ഇത് കണ്ടക്ട് ചെയ്യും, ഡയോഡ് കണ്ടക്ട് ചെയ്യും. കാരണം ഫോർവേഡ് ബയാസ്ഡിൽ നമ്മൾ നോക്കാറുള്ളൂ. ഡയോഡ് കണ്ടക്ട്, ഗെറ്റ് ഔട്ട്പുട്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ല. ഡയോഡ് കണ്ടക്റ്റും ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടും കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ? അപ്പോൾ ഞാൻ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ്. ക്ലിയർ? ഇതാണ് AC ഇൻപുട്ട്, ഇതാണെന്ത്? ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് I or E. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ഹാഫ് സൈക്കിൾ ഇയാൾ റെക്ടിഫൈ ചെയ്തു അല്ലെ? ആദ്യത്തെ ഹാഫ് സൈക്കിൾ ഇയാൾ റെക്ടിഫൈ ചെയ്തു. കാരണം S1 പോസിറ്റീവ് ആണ്. S1 പോസിറ്റീവ് ആയപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയി. FB എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ്ഡ് അല്ലേ? അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടി. ക്ലിയർ ആണോ? ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? തിരിയും. S1 നെഗറ്റീവ്, S2 പോസിറ്റീവ് ആവും അല്ലെ? ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അപ്പോൾ S1 തിരിയും, S1 നെഗറ്റീവ് ആവും, S2 പോസിറ്റീവ് ആവും. അപ്പം എന്ത് സംഭവിക്കും? S1 നെഗറ്റീവ് ആയാൽ ഡയോഡ് എന്താവും? റിവേഴ്സ് ബയാസ്ഡ് ആവും. കാരണം P എന്തായി? P നെഗറ്റീവായി, N പോസിറ്റീവായി. ശരിയാണോ? അത് ശ്രദ്ധിക്കുക, S1 പോസിറ്റീവും അതേപോലെ തന്നെ S1 നെഗറ്റീവും S2 പോസിറ്റീവും ആയി അല്ലേ? അപ്പോൾ S1 നെഗറ്റീവ് ആയാൽ P നെഗറ്റീവ്, N പോസിറ്റീവ്. P നെഗറ്റീവ് ആയാൽ ഡയോഡ് റിവേഴ്സ് ബയാസ്, അപ്പോൾ ഡസ് നോട്ട് കണ്ടക്ട്. ഈ സമയത്ത് ഡസ് നോട്ട് കണ്ടക്ട്, അയാൾ ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. കാരണം റിവേഴ്സ് ബയാസ് നമ്മൾ നോക്കാറില്ല അല്ലെ? ഫോർവേഡ് ബയാസ് നമ്മൾ നോക്കാറുള്ളൂ. റിവേഴ്സ് ബയാസിലാകുമ്പോൾ ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട്. അപ്പോൾ നോ ഔട്ട്പുട്ട് അല്ലെ? നോ ഔട്ട്പുട്ട്, നമുക്കൊരിക്കലും ഔട്ട്പുട്ട് കിട്ടൂല. അപ്പോൾ ഈ ഭാഗം പോയി, ഈ ഭാഗം നമുക്ക് കിട്ടുന്നില്ല. കാരണം അത് എന്തായി? ഔട്ട്പുട്ടായിട്ട് വരുന്നില്ല, കാരണം അത് കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും കഴിഞ്ഞു, നെഗറ്റീവ് ഹാഫ് സൈക്കിളും കഴിഞ്ഞു. ഇനി അടുത്ത കേസിൽ എന്ത് ചെയ്യും? ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അടുത്ത കേസിൽ അടുത്ത ഹാഫ് സൈക്കിൾ ഇയാൾ റെക്ടിഫൈ ചെയ്യും, ഈ ഹാഫ് സൈക്കിൾ ഇയാൾ റെക്ടിഫൈ ചെയ്യൂല. ക്ലിയർ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മളിത് എത്ര റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ? ഹാഫ് പോർഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്? എന്ത് ചെയ്യും? ഓരോ ഹാഫ് സൈക്കിൾ മാത്രമേ ഇയാൾ റെക്ടിഫൈ ചെയ്യുള്ളൂ. ക്ലിയർ? ഓരോ ഹാഫ് സൈക്കിൾ മാത്രമേ ഇയാൾ റെക്ടിഫൈ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇങ്ങോട്ടുണ്ടെങ്കിൽ ഹാഫ് സൈക്കിൾ മാത്രമേ ഇയാൾ റെക്ടിഫൈ ചെയ്യുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്തായി? ഇപ്പോൾ കറണ്ട് എന്ത് ചെയ്ത്? റെക്ടിഫൈ ചെയ്തോ ഇല്ലേ? ആദ്യം ഈ കറണ്ട് രണ്ട് ഡയറക്ഷനും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് ഒറ്റ ഡയറക്ഷനിലേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ? കാരണം ഓൺലി കറണ്ട് ഫ്ലോയിങ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോഴല്ല DC കിട്ടുക അല്ലേ? കറണ്ട് ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോഴല്ല DC കിട്ടുക. അപ്പോൾ നമുക്ക് DC കിട്ടി. ഔട്ട്പുട്ട് ആരെ കിട്ടി? AC ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് DC ഔട്ട്പുട്ട് കിട്ടി. പക്ഷേ കംപ്ലീറ്റ് പോർഷൻസ് ഇയാൾ റെക്ടിഫൈ ചെയ്യുന്നില്ല. ഇയാളെ റെക്ടിഫൈ ചെയ്തു, ഇയാളെ റെക്ടിഫൈ ചെയ്തു, ഇയാളെ റെക്ടിഫൈ ചെയ്തു. ആ സമയത്തൊക്കെ ഡയോഡ് എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഈ സമയത്തൊക്കെ ഡയോഡ് എന്താണ്?
ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ അയാൾ കണ്ടക്ട് ചെയ്യും. ഈ സമയത്തൊക്കെ ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടക്ട് ചെയ്യില്ല. ക്ലിയർ ആണോ? എളുപ്പമാണ്. ചിത്രം വരയ്ക്കുക, AC ഇൻപുട്ട് വരയ്ക്കുക, ഈ സംഭവം അതേപോലെ എഴുതിയാൽ മതി. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവും, അപ്പോൾ അത് കണ്ടക്ട് ചെയ്യൂല, ഔട്ട്പുട്ട് കിട്ടൂല. അപ്പോൾ ഇയാൾ ഹാഫ് പോർഷൻ മാത്രമേ റെക്ടിഫൈ ഉള്ളൂ. ക്ലിയർ ആണോ? ഇതിനെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇയാൾ എഫിഷ്യൻസി എപ്പോഴും 41% ഉണ്ടാവുള്ളൂ. നമുക്കറിയാം എഫിഷ്യൻസി എന്താണ്? ഇയാളെ കഴിവ് അല്ലേ, റെക്ടിഫൈ ചെയ്യാനുള്ള കഴിവ്. നമുക്കറിയാം ഹാഫ് വേവ് എന്ന് പറഞ്ഞാൽ ശരിക്കും 50% കിട്ടണം അല്ലേ, കാരണം ഇയാൾ പകുതി റെക്ടിഫൈ ചെയ്തു, അപ്പോൾ നമുക്ക് 50% കിട്ടണം. പക്ഷെ നമുക്കറിയാം പ്രാക്ടിക്കൽ ലോസ് ഉണ്ടാവും. ഈ കോയിലിൻ്റെ ഇടയ്ക്കൊക്കെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ നടക്കുന്നതാണ്, അപ്പോൾ ലോസ് നടക്കും ഇവിടെ. ഈ കോയിലിൻ്റെ ഇടയ്ക്ക് എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ സാധാരണ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എത്ര ഉണ്ടാവുള്ളൂ? 41%. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എപ്പോഴും എത്രയേ കിട്ടുള്ളൂ? 41%. എനർജി ലോസ് കാരണം 50 കിട്ടൂല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടി? 40. പിന്നെ അതേപോലെ തന്നെ ഇയാളെ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ ഇയാളെ ഫ്രീക്വൻസിയും എഫ് തന്നെ ആയിരിക്കും. അവിടെ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി എന്താണ്? സെയിം ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് ഫ്രീക്വൻസി. ഇയാൾ 10 ഹെഡ്സ് ആണെങ്കിൽ ഇയാളും 10 ഹെഡ്സ്, ഇത് 50 ഹെഡ്സ് ആണെങ്കിൽ ഇതും 50 ഹെഡ്സ്. കാരണം സൈക്കിൾ അതേപോലെ തന്നെയാണ് വരുന്നത്. ഇത് വന്നു നോട്ട് കണ്ടക്ടിങ്, ഇത് വന്നു നോട്ട് കണ്ടക്ടിങ്, ഇത് വന്നു നോട്ട് കണ്ടക്ടിങ്, ഒരേപോലെയാണ് സൈക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം രണ്ടാളുടെ ഫ്രീക്വൻസി റിമെയിൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇൻപുട്ടിൻ്റെ അതേ ഫ്രീക്വൻസിയാണ് ഔട്ട്പുട്ടിനും കിട്ടുക. ഏത് റെക്ടിഫയറിൽ? ഹാഫ് വേവ് റെക്ടിഫയർ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ശ്രദ്ധിക്കുക, അടുത്തത് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ എന്ത് ചെയ്യുക? ഇറ്റ് റെക്ടിഫൈ ബോത്ത് ദ ഹാഫ് സൈക്കിൾ ഓഫ് AC ഇൻപുട്ട് വേവ് അല്ലേ? റെക്ടിഫൈ both half cycle of AC input wave. അപ്പോൾ AC ഇൻപുട്ട് വേവിൻ്റെ 2 ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യും? 2 ഹാഫ് സൈക്കിൾ ഫുള്ളായിട്ട് ഈ ഹാഫ് സൈക്കിളും ഈ ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? റെക്ടിഫൈ. അതിന് നമ്മൾ എന്താ പറയുക? ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഇറ്റ് റെക്ടിഫൈ ബോത്ത് ദ ഹാഫ് സൈക്കിൾ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ പോർഷനും എന്ത് ചെയ്യും? റെക്ടിഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ചിത്രം നോക്കാം. ഫുൾ വേവ് റെക്ടിഫയർ. ഇതൊരു AC, ഇതാണ് ഇൻപുട്ട് അല്ലേ? AC ഇൻപുട്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു അടുത്ത കോയിലുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ 2 ഡയോഡ് വേണം. ഇവിടെ നമുക്ക് ശരിക്കും 2 ഡയോഡ് വേണം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ഒറ്റ ഡയോഡുള്ളായിരുന്നു, ഇവിടെ 2 ഡയോഡുണ്ട്. D1ഉം D2. D1 D2 എന്ന് പറഞ്ഞാൽ 2 ഡയോഡുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഈ RL ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ക്ലിയർ? അപ്പോൾ 2 ഡയോഡ് വരുന്നുണ്ട്. ഇത് D1, അതേപോലെ തന്നെ ഇത് D2. ഇത് D2, ഇത് പോസിറ്റീവ്, ഇത് P, ഇത് N, ഇത് P, ഇത് N, ഇത് S1, ഇത് S2. ക്ലിയർ ആണോ? അപ്പോൾ ചിത്രം നോക്കുക. ഇതാണ് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 2 ഡയോഡ് ഉണ്ടായിരിക്കും, D1ഉം D2 അല്ല. ഇത് അതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ലോഡ് റെസിസ്റ്റൻസ്, ഈ RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ്, അയാളാണ് ആരായിട്ട് ആക്ട് ചെയ്യുക? ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യുക. ഇതാണ് AC ഇൻപുട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിന്റെ പിക്ചർ ആദ്യം വരയ്ക്കുക. എന്നിട്ട് നമുക്കറിയാം AC ഇൻപുട്ട് ഇങ്ങനെയല്ല വരിക? I or E, കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് സൈൻ ഫംഗ്ഷൻ പോലെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? ആൾട്ടർനേറ്റ് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇയാളെ നമുക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ശ്രദ്ധിക്കുക, ഫുൾ വേവ് റെക്ടിഫയർ പറയുമ്പോൾ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. S1 എന്താണ്? S1 പോസിറ്റീവ്, S2 നെഗറ്റീവ്. S1 പോസിറ്റീവ് ആയാൽ D1 ഏത് ബയാസ്ഡ് ആയിരിക്കും? D1 ഫോർവേഡ് ബയാസ്ഡ്, D2 റിവേഴ്സ് ബയാസ്ഡ്. ശരിയല്ലേ? 2 ഡയോഡ് ഉണ്ട് ഇവിടെ. ചിത്രം നോക്ക്. S1 ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ
പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ S1 അല്ലേ? അപ്പൊ എന്താണ് S1 പോസിറ്റീവ്? S1 പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? P പോസിറ്റീവ്, ഇവിടെ P പോസിറ്റീവ് അല്ലെ? P പോസിറ്റീവ്, ഇവിടെ P എന്താണ്? നെഗറ്റീവ് അല്ലെ? അപ്പൊ P പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ D1 ഫോർവേഡ് ബയാസ്ഡ്, D2 P നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ്ഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ D1 എന്നുള്ള ഡയോഡ് ഫോർവേഡ് ബയാസ്ഡും D2 ആരാണ്? റിവേഴ്സ് ബയാസ്ഡും ആയി. അപ്പൊ ഇയാൾ കണ്ടക്ട് ചെയ്യും. D1 ഫോർവേഡ് ബയാസ്ഡിലായതുകൊണ്ട് ഇയാള് കണ്ടക്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും അല്ലേ? പിന്നെ നമ്മൾ റിവേഴ്സ് ബയാസ് നോക്കേണ്ട ആവശ്യമില്ല. റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യൂല അല്ലെ? ഡസ് നോട്ട് കണ്ടക്ട്. പക്ഷെ D1 ഫോർവേഡ് ബയാസിലാകാനും അയാൾ കണ്ടക്ട് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ഔട്ട്പുട്ട് വരയ്ക്കാം അല്ലെ? ഔട്ട്പുട്ട് നമുക്ക് വരയ്ക്കാം I or E. നമുക്ക് ആരെ കിട്ടി? ഫസ്റ്റ് ഔട്ട്പുട്ട് കിട്ടി. ആര് കാരണം? D1 കാരണം. കാരണം D1 ഫോർവേഡ് ബയാസിലാണ് ഫസ്റ്റ് സൈക്കിളിൽ. എടാ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ഫോർവേഡ് ബയാസ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. D2 റിവേഴ്സ് ബയാസ്, നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇനി അടുത്തത് പറയും ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. എടാ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ S1 ആരാവും? S1 നെഗറ്റീവ് ആവും, S2 പോസിറ്റീവ് ആവും. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കും? S1 നെഗറ്റീവ്, S2 പോസിറ്റീവ്. അപ്പൊ എന്ത് സംഭവിക്കും? D1 റിവേഴ്സ് ബയാസ്ഡ് ആവും, D2 ഫോർവേഡ് ബയാസ്ഡ് ആവും. ശരിയല്ലേ? അപ്പൊ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ S1 നെഗറ്റീവ് ആയി. അപ്പൊ ഈ D1 P നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ D1 ആരാവും? റിവേഴ്സ് ബയാസ്ഡ്. പക്ഷെ ഇയാൾ എന്തായി? S2 പോസിറ്റീവ് ആയതുകൊണ്ട് D2 എന്തുമായി? ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഇതെന്തായി? ഇത് P നെഗറ്റീവ് അല്ലേ? P നെഗറ്റീവ്, ഇത് P പോസിറ്റീവ്. ഫോർവേഡ് ബയാസിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ കണ്ടക്ട് ചെയ്യും. എടാ ഫോർവേഡ് ബയാസിലാകുമ്പോൾ കണ്ടക്ട് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. ഗെറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ D2 കാരണം ഔട്ട്പുട്ട് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇയാളെ റെക്ടിഫൈ ചെയ്തു. ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. എടാ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ D1 റെക്ടിഫൈ ചെയ്തു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ D2 റെക്ടിഫൈ ചെയ്തു. അപ്പോൾ ഇയാളെ റെക്ടിഫൈ ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് D2. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ D1 റെക്ടിഫൈയും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ D2. ഇനി അടുത്ത ഹാഫ് സൈക്കിൾ ആകുമ്പോൾ വീണ്ടും ഇത് D1 വരും, ഇത് D2 വരും. ഇങ്ങനെ റെക്ടിഫൈ ചെയ്യും, ബോത്ത് ഹാഫ് സൈക്കിളിനെ റെക്ടിഫൈ ചെയ്യും. ക്ലിയർ ആണോ? ഇതിനെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ഡയോഡ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 റെക്ടിഫൈ ചെയ്യും ഒരു ഹാഫ് സൈക്കിളിനെ, നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 റെക്ടിഫൈ ചെയ്യും, ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഓരോ ഹാഫ് സൈക്കിളും റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ഫുൾ വേവ് റെക്ടിഫയർ. ക്ലിയർ അല്ലേ? ഇയാളെ എഫിഷ്യൻസി നിയർലി 82% ആണ്. എഫിഷ്യൻസി നിയർലി എത്രയാണ്? 82%, അല്ലെങ്കിൽ 81 പറയാറുണ്ട്, ഡബിൾ 82%. ഒരിക്കലും 100% കിട്ടില്ല, കാരണം ഈ കോയിലൊക്കെ എനർജി ലോസ് ഉള്ള കാരണം ഒരിക്കലും 100% കിട്ടൂല. 82%. പിന്നെ അതേപോലെ തന്നെ ഇയാളെ ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി F ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 2F ആയിരിക്കും, ഡബിൾ ആയിട്ടുണ്ടാവും. ഫ്രീക്വൻസി ഡബിൾ ആയിട്ടുണ്ടാവും. അല്ല, അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി F ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 2F. ഇൻപുട്ട് ഫ്രീക്വൻസി F ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്തായിട്ടുണ്ടാവും? ഡബിൾ ആയിട്ടുണ്ടാവും, 2F ആയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് റെക്ടിഫയർ. ഹാഫ് വേവ്, ഫുൾ വേവ്, എളുപ്പമാണ്. ക്ലിയർ? ശ്രദ്ധിക്കുക, അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സെനർ ഡയോഡ്. ശ്രദ്ധിക്കുക, നമ്മൾ PN ജംഗ്ഷൻ ഡയോഡ് പറഞ്ഞു, അതിൽ വരുന്നൊരു സംഭവമാണ് സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡ് എന്താണെന്ന് വെച്ചാൽ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ്. A special type of diode working in reverse biased, operating at breakdown voltage. Breakdown voltage. അപ്പോൾ ശ്രദ്ധിക്കുക,
ഈ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പി എൻ ജംഗ്ഷൻ ഫോർവേഡും പറഞ്ഞു റിവേഴ്സും പറഞ്ഞു. ആ റിവേഴ്സിൽ നമുക്ക് സാച്ചുറേഷൻ കറണ്ട് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വോൾട്ടേജ് നന്നായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആയി. അപ്പോൾ കൊവാലന്റ് ബോണ്ട് സ്വയം ബ്രേക്ക് ചെയ്തിട്ട് കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആ വോൾട്ടേജ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണ്? അയാൾ റിവേഴ്സ് ബയാസിലേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ റിവേഴ്സ് ബയാസിൽ അയാൾ ഒരിക്കലും സാച്ചുറേഷനിലല്ല വർക്ക് ചെയ്യുക, സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുക. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ശ്രദ്ധിക്കുക, അതുകൊണ്ടാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ സെനർ ഡയോഡ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അയാൾ റിവേഴ്സ് ബയാസിലേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അയാൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ് അയാൾ സാധാരണ വർക്ക് ചെയ്യുക. എന്താണ് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ആ പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതുകൊണ്ട് ആ വോൾട്ടേജ് നമ്മൾ എന്താ പറയുക? സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ സിമ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഡയോഡ് നമ്മൾ ഇങ്ങനെയല്ല വരയ്ക്കാറ്. ഇവിടെ ഒരു Z എന്നുള്ള റെപ്രസെൻറ്റേഷൻ വരും. ഇംഗ്ലീഷ് ലെറ്റർ Z പോലെ വന്നാൽ മതി. നമ്മളൊരു ലൈൻ വരയ്ക്കുന്നതിന് പകരം ഇംഗ്ലീഷ് ലെറ്റർ Z വരച്ചാൽ ഇതാണ് ആരെ സിമ്പൽ? സെനർ ഡയോഡിൻ്റെ സിമ്പൽ. ക്ലിയർ? സെനർ ഡയോഡിൻ്റെ സിമ്പൽ. ഇതൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. പിയും എന്നും അല്ല, പിയും എന്നും. പക്ഷെ നമുക്കറിയാം ഇവിടെ ലോങ് ലൈനിന് പകരം Z വരയ്ക്കും. അപ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡയോഡാണ് സെനർ ഡയോഡ്. ഇയാൾ വർക്ക് ചെയ്യുന്ന എന്തിലാണ്? റിവേഴ്സ് ബയാസിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലേ. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തി എന്താ സംഭവിക്കുക? സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ZBV എന്നാണ് എടുക്കുന്നത്, ഷോർട്ട് ആക്കിയിട്ട് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ എന്താ സംഭവിക്കുക? അറ്റ് ZBV സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ത് സംഭവിക്കും? ലാർജ് ചേഞ്ച് ഇൻ കറണ്ട് ബട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അല്ല, നമ്മൾ ആ ഗ്രാഫ് വരച്ച ഓർമ്മല്ലേ? നമ്മൾ റിവേഴ്സ് ബയാസിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി ഡ്രാസ്റ്റ് അല്ലേ. അപ്പോൾ അറ്റ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ലാർജ് ചേഞ്ച് ഇൻ കറണ്ട് അല്ലെങ്കിൽ ലാർജ് ഇൻക്രീസ് ഇൻ കറണ്ട്, ലാർജ് ഇൻക്രീസ് ഇൻ കറണ്ട് ബട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഇതിനെ സെനർ വോൾട്ടേജ് എന്ന് പറയാറുണ്ട്. സെനർ വോൾട്ടേജ്. അപ്പോൾ ആ വോൾട്ടേജിനെ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ സെനർ വോൾട്ടേജ്. അപ്പോൾ ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? അപ്പോൾ സെനർ ഡയോഡ് ഏതിലേ വർക്ക് ചെയ്യുള്ളൂ? റിവേഴ്സ് ബയാസിലേ അയാൾ വർക്ക് ചെയ്യുള്ളൂ. റിവേഴ്സ് ബയാസ് തന്നെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ അയാൾ വർക്ക് ചെയ്യുള്ളൂ അല്ലെ. ജർമ്മേനിയത്തിൽ നമ്മൾ 25-35 വോൾട്ടൊക്കെ പറഞ്ഞാൽ ആ വോൾട്ടിൽ അയാൾ വർക്ക് ചെയ്യുള്ളൂ അല്ലെ. ഇയാളെ സിമ്പൽ ഇതാണ്, സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ വോൾട്ടേജ് നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ്? ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ കറണ്ട് ബട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. വോൾട്ടേജിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ സെനർ ഡയോഡ് എന്ന് പറയാം. അപ്പോൾ ഈ സെനർ ഡയോഡിന്റെ യൂസ് എന്താ വെച്ചാൽ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ, കാരണം ഇയാൾ വർക്ക് ചെയ്യുന്നത് സെനർ വോൾട്ടേജിലാണ്. അപ്പോൾ ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ സെനർ ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി മാറ്റാൻ പറ്റും, കാരണം ഇയാൾ വർക്ക് ചെയ്യുന്നത് സെനർ വോൾട്ടേജിലാണ്. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡ് യൂസ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അപ്പം ആദ്യം ഞാനൊരു ഇൻപുട്ട് എടുത്തു. ഇതാണ് ഇൻപുട്ട്. ഇൻപുട്ട് ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് കണ്ടിന്യൂസ്ലി മാറുന്നുണ്ട്. ഇൻപുട്ട് എന്താണ്? ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഇവിടെ ഞാനൊരു റെസിസ്റ്റർ എടുത്തു, RS. ഓക്കെ, ഇവിടെ ഒരു സെനർ ഡയോഡ് ഉണ്ട്. ഇവിടെ ഒരു സെനർ ഡയോഡ് ഉണ്ട് Z. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടുക. റെഗുലേറ്റഡ് ഔട്ട്പുട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഫ്ലക്ച്വേറ്റഡ് ഇൻപുട്ട് കൊടുത്താലും ശരി, നമ്മൾ കൊടുക്കുന്നത് ഒരു ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണ്. പക്ഷെ നമുക്ക് അവിടെ അപ്പുറത്ത് എന്ത് കിട്ടും? റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടും. റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? സെനർ വർക്ക് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ്. ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? റെഗുലേറ്റഡ് വോൾട്ടേജ് കിട്ടും. ക്ലിയർ? RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസിൽ നമുക്ക് എന്ത് കിട്ടും?
റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, റെഗുലേറ്റഡ് വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ക്ലിയർ? പിന്നെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, ഇത് ലോഡ് റെസിസ്റ്റൻസ്, ഇതൊരു RS അല്ലെ. റെഗുലേറ്റഡ് വോൾട്ടേജ് നമുക്ക് കിട്ടും ആരായിട്ട്? ഔട്ട്പുട്ടായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിലൂടെ സാധാരണ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൂടെ ഈ ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഞാൻ IZ എടുത്തു വിചാരിക്കും. ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IZ, ഈ കറണ്ട് ഞാൻ I എടുത്തു വിചാരിക്കാം. ഈ കറണ്ട് ഞാൻ I എടുത്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻപുട്ട് എന്താണ്? ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ എന്താ പറയുക? ഔട്ട്പുട്ട് ഒബ്റ്റെയിൻഡ് അറ്റ് ലോഡ് റെസിസ്റ്റൻസ് RL അല്ലേ. ഔട്ട്പുട്ട് എവിടെ കിട്ടും? ഒബ്റ്റെയിൻഡ് അറ്റ് ലോഡ് റെസിസ്റ്റൻസ് RL വിച്ച് ഈസ് റെഗുലേറ്റഡ്. എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആണ്. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. Z നമുക്കറിയാം എന്താണ്? ജനറൽ ഡയോഡാണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് IZ, ഇതാണ് കറണ്ട് I. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു വിചാരിക്കുക. ഇൻപുട്ട് വോൾട്ടേജ് ചെയ്യാൻ, കാരണം നമ്മളെ വോൾട്ടേജ് എന്താണ്? നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് എന്താണ്? ഫ്ലക്ച്വേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ത്രൂ RS ഇൻക്രീസസ് അല്ലേ. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടൂലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻപുട്ട് വോൾട്ടേജ് ആട്ടോ. ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്. അപ്പോൾ കറണ്ട് ത്രൂ RS ഇൻക്രീസസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും IZ ഇൻക്രീസ് ചെയ്യും. കറണ്ട് ത്രൂ IZ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ത്രൂ RS ഇൻക്രീസസ്, കറണ്ട് ത്രൂ സെനർ ഇൻക്രീസസ്. ക്ലിയർ? കറണ്ട് ത്രൂ സെനർ ഇൻക്രീസസ്. അപ്പോൾ എന്ത് സംഭവിക്കും? വോൾട്ടേജ് അക്രോസ് RS ഇൻക്രീസസ് അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടി. അപ്പോൾ കറണ്ട് കൂടിയാൽ വോൾട്ടേജ് അക്രോസ് RS ഇൻക്രീസസ്, ബട്ട് വോൾട്ടേജ് അക്രോസ് Z റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിയപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടൊക്കെ കൂടി. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള വോൾട്ടേജും കൂടി, RSന്റെ അകത്തുള്ള വോൾട്ടേജ് കൂടി. പക്ഷേ വോൾട്ടേജ് അക്രോസ് Z റിമെയിൻസ് കോൺസ്റ്റന്റ്. കാരണം അയാൾ വർക്ക് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ്. സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ നിങ്ങൾ എത്ര വോൾട്ടേജ് കൂട്ടിയാലും ഇയാൾ വർക്ക് ചെയ്യുന്ന ഏത് വോൾട്ടേജിലാണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇൻപുട്ട് ഇങ്ങനെ കൂട്ടി വന്നു, ഫ്ലക്ച്വേറ്റഡ് ആയി. പക്ഷേ ഇവിടുത്തെ വോൾട്ടേജ് ഒരിക്കലും മാറൂല, കാരണം ഇയാൾ വർക്ക് ചെയ്യൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ്. ക്ലിയർ? ഇനി നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് കുറച്ചു എന്ന് വിചാരിക്കുക. ഇൻപുട്ട് വോൾട്ടേജ് കുറച്ചു, അപ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ത്രൂ RS കുറയും. കറണ്ട് ത്രൂ RS കുറയും, IZ കുറയും. കറണ്ട് ത്രൂ സെനറും കുറയും. ക്ലിയർ? അപ്പോൾ എന്ത് കുറയും? വോൾട്ടേജ് അക്രോസ് RS കുറയും, ബട്ട് വോൾട്ടേജ് അക്രോസ് Z റിമെയിൻസ് സെയിം. മനസ്സിലായോ? ഇതാണ് സെനർ ഡയോഡ് എന്തായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം? വോൾട്ടേജ് റെഗുലറേറ്റർ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. ദാറ്റ് മീൻസ് നിങ്ങൾ അതിലൊരു ഫ്ലക്ച്വേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് വോൾട്ടേജ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വോൾട്ടേജ് കൂടുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വോൾട്ടേജ് എന്തും ചെയ്യുന്നുണ്ട്? കുറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുള്ള വോൾട്ടേജും കറണ്ടൊക്കെ കൂടും, ഇതിൻ്റെ അകത്തുള്ള കറണ്ടും മാറും, ബട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ RSന്റെ അകത്തുള്ള കറണ്ട് കൂടും, ISന്റെ അകത്തുള്ള കറണ്ട് കൂടും, RSന്റെ അകത്തുള്ള വോൾട്ടേജ് കൂടും. പക്ഷേ സെനറിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് റിമെയിൻസ് സെയിം. കാരണം അയാൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലേ വർക്ക് ചെയ്യുള്ളൂ, അവർ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. ഇനി നിങ്ങൾ വോൾട്ടേജ് കുറച്ചപ്പോൾ ഇവിടുത്തെ കറണ്ട് കുറഞ്ഞു, ഇവിടുത്തെ കറണ്ട് കുറഞ്ഞു, ഇവിടുത്തെ വോൾട്ടേജ് കുറഞ്ഞു, ബട്ട് ദിസ് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. കാരണം എന്താ? അയാൾ വർക്ക് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിയാലും ശരി കുറച്ചാലും ശരി ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റഡ് കിട്ടും. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ടെർമിനലായിട്ട് വരുന്ന ആരാണ്? സെനർ ആണ്. സെനർ ഗിവ്സ് കോൺസ്റ്റന്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ശരിയാണോ? അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഇവിടെ ഔട്ട്പുട്ട് എടുത്തു, ഇവിടെ ഇൻപുട്ട് എടുത്തു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് എത്ര വേരി ചെയ്തിട്ടും കാര്യമില്ല, ഔട്ട്പുട്ട് വോൾട്ടേജ്
ഇതൊരു റെഗുലേറ്റഡ് വോൾട്ടേജ് ആണ് കിട്ടുക. നമുക്കൊരു റെഗുലേറ്റഡ് വോൾട്ടേജ് കിട്ടും. കാരണം ഇതെന്താണ്, ഈ വോൾട്ടേജ് എന്താണ്, സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഇത് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെ. സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇൻപുട്ട് നിങ്ങൾ എത്ര മാറ്റിയാലും ശരി ഔട്ട്പുട്ട് റെഗുലേറ്റഡേ നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആണോ ഗ്രാഫ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, റെഗുലേറ്റഡേ കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതുകൊണ്ടാണ് സെനർ ആരായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം, വോൾട്ടേജ് റെഗുലേറ്റർ. മനസ്സിലായോ? എളുപ്പമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും, കണ്ടിന്യൂസ്ലി മാറും. പക്ഷേ സെനർ വർക്ക് ചെയ്യൽ എന്താണ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ മാത്രം. എത്ര വോൾട്ടേജ് നിങ്ങൾ മാറ്റിയാലും സെനർ വർക്ക് ചെയ്യൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ്. അപ്പോൾ അയാളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ക്ലിയർ? അതിനെയാണ്, അതുകൊണ്ടാണ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ വാരിയിങ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താലും കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് റെഗുലേറ്റഡ് വോൾട്ടേജ്. ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒപ്റ്റോ. നമ്മൾ സെനർ ഡയോഡ് പറഞ്ഞു. അടുത്ത എന്താ വെച്ചാൽ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലേ. അത് ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ, ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് LED. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സംഭവം LED. LED എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലേ. നമ്മൾ LED ബൾബ്സ് ഉപയോഗിക്കാറുണ്ട്, ഡെക്കറേഷൻ ഒക്കെ യൂസ് ചെയ്യാറില്ലേ. പവർ കൺസപ്ഷൻ ഒക്കെ വളരെ വളരെ കുറവാണ് LEDക്ക് അല്ലേ. ഈ LED ഒരു ഡയോഡാണ്, സെമി കണ്ടക്ടിങ് ഡിവൈസ് ആണ്. അപ്പോൾ LED എന്നാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഈ LEDന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിലി ഡോപ്ഡ്, നന്നായിട്ട് ഡോപ്പ് ചെയ്ത ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ LED എന്ന് പറയുന്നത് നന്നായിട്ട് ഡോപ്പ് ചെയ്ത ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് വർക്കിംഗ് FB, ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുക. ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് വർക്കിംഗ് ഫോർവേഡ് ബയാസ്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡാണ് LED. അപ്പോൾ നമുക്കറിയാം ഫോർവേഡ് ബയാസിലാകുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ മൂവ് ഫ്രം N to P ആൻഡ് ഹോൾ ഡിഫ്യൂഷൻ ആട്ടോ, ഹോൾ മൂവ് ഫ്രം P to N. ശരിയല്ലേ? അപ്പോൾ PN ജംഗ്ഷൻ വർക്കിംഗ് അണ്ടർ ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിലായി കഴിഞ്ഞാൽ നമുക്കറിയാം ഡിപ്ലീഷൻ ലെയറിൻ്റെ ഒക്കെ വിഡ്ത്ത് ഒക്കെ വളരെ കുറയും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ഫ്രം N to P റീജിയൻ ആൻഡ് ഹോൾ മൂവ് ഫ്രം P to N റീജിയൻ. ഇലക്ട്രോണ് എന്ത് ചെയ്യും, N നിന്ന് Pയിലേക്ക് മൂവ് ചെയ്യും, ഹോൾ മൂവ് ഫ്രം P to N. അറ്റ് ജംഗ്ഷൻ ദേ റീകമ്പൈൻ. ജംഗ്ഷനിലെത്തുമ്പോൾ ഈ ഹോളും അതേപോലെ ഇലക്ട്രോണും റീകമ്പൈൻ ചെയ്യും. അറ്റ് ജംഗ്ഷൻ ദേ റീകമ്പൈൻ ആൻഡ് എമിറ്റ് റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. അപ്പോൾ ഇതാണ് സാധാരണ ഒരു LED സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ LED എന്താ സംഭവിക്കുക, മീൻസ് ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് വർക്കിംഗ് ഇൻ ഫോർവേഡ് ബയാസ്ഡ്. ഇലക്ട്രോൺ മൂവ് ഫ്രം N to P ആൻഡ് ഹോൾ മൂവ് ഫ്രം P to N. അപ്പോൾ ആ ജംഗ്ഷനിൽ ഒരു റീകമ്പൈൻ ചെയ്യും. ഈ ഇലക്ട്രോൺ ഹോൾ റീകമ്പൈൻ ചെയ്യും ആൻഡ് എമിറ്റ്, എന്നിട്ട് എമിറ്റ് ചെയ്യും റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ. അറ്റ് ദ ജംഗ്ഷൻ ദേ റീകമ്പൈൻ ആൻഡ് എമിറ്റ് റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ അല്ലേ. അതാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ അല്ലേ. റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ, അതിന് നമ്മൾ എന്താ പറയുക, LED. അപ്പോൾ അത് നമ്മൾ സാധാരണയുടെ ഗ്രാഫ് ഫോർവേഡ് ബയാസിലാണ് വരിക അല്ലേ. ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ ഇവിടെ I, ഇവിടെ V. ഫോർവേഡ് ബയാസിൻ്റെ ഗ്രാഫ് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ല കിട്ടുക. നമ്മൾ ഫോർവേഡ് ബയാസിൻ്റെ ഗ്രാഫ് വരച്ചില്ലേ, ഇതിപ്പോഴും ഇങ്ങനെയല്ല കിട്ടുക. ഇത് നമ്മുടെ സാധനം റെഡ്, ഗ്രീൻ, അത് ഓരോ കളേഴ്സാണ്, ഗ്രീൻ, ബ്ലൂ. ഓരോ LED ഓരോ കളേഴ്സ് അല്ലേ. അപ്പോൾ അതാണ് സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിബ്ജിയറിൻ്റെ ഓർഡറിൽ അല്ലേ. അപ്പോൾ ഫോർവേഡ് ആയിരിക്കും അല്ലേ. ഫോർവേഡ് ബയാസിൽ IV ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അല്ലേ. കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞാൽ കറണ്ട് ഒറ്റയടിക്ക് കൂടും. ഇത് ബ്ലൂ, ഇത് ഗ്രീൻ, ഇത് റെഡ്. ക്ലിയർ? ഓരോ കളേഴ്സ് LED ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് അവരെ ഗ്രാഫ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ലൈറ്റ് LEDൻ്റെ വർക്കിംഗ്. അപ്പോൾ സാധാരണ ഈ റെഡ് LED IR LED ഉപയോഗിക്കാൻ ഗാലിയം ആഴ്സനൈഡ് ആണ്. IR ഇൻഫ്രാറെഡ് LED ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഗാലിയം ആഴ്സനൈഡ്. അപ്പോൾ ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻഫ്രാറെഡ് LED. റെഡ് LED ഉപയോഗിക്കാൻ, റെഡ് LED കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്
ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് ആണ്. ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് അല്ലെ, GaAsP. GaAsP അതാണ് എന്ത്? ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് അല്ലേ, ഗാലിയം GaAsP. ഇതാണ് റെഡ് LED നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് LED. അതൊരു ഫോർവേഡ് ബയാസിൽ വരയ്ക്കുന്നുണ്ട്. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, അത് ഓരോ കളേഴ്സിന്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ആളാണ് ഫോട്ടോ ഡയോഡ്. അടുത്തൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പോയിന്റുകൾ പഠിക്കുക, ഗ്രാഫ് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡ് വർക്കിംഗ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. വർക്കിംഗ് ഇൻ, ശ്രദ്ധിക്കുക അത് മാറിപ്പോരുത്, LED ഫോർവേഡ് ബയാസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഫോട്ടോ ഡയോഡ് PN ജംഗ്ഷൻ ഡയോഡ് വർക്കിംഗ് ഇൻ റിവേഴ്സ് ബയാസ്ഡ്. ഒരു PN ജംഗ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ, ഇതാണ് P, ഇതാണ് N, ഇതാണ് ഡിപ്ലീഷൻ ലെയർ അല്ലേ, കാരണം റിവേഴ്സ് ബയാസിൽ കൂടുതലായിരിക്കുമല്ലോ. ഇയാൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ബയാസ് എന്നുള്ളത് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. ഈ P നമ്മൾ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു, N പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലെ, ഇത് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ഇയാളെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് hν എനർജി വന്നത് അല്ലെ, hν എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ. അപ്പോൾ hν എനർജി ഇവിടെ വന്ന് വീഴും. ക്ലിയർ? അപ്പോൾ hν എനർജി ഇവിടെ വന്ന് വീഴുമ്പോൾ ഈ എനർജി ഗ്യാപ്പ് hν ഗ്രേറ്റർ ദാൻ Eg ആണെങ്കിൽ, കാരണം ഇയാൾക്ക് ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടാവും അല്ല, ഒരു ഡയോഡിന് സ്വാഭാവികമായിട്ട് സെമി കണ്ടക്ടറിന് ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ലേ. അപ്പോൾ hν എനർജി എന്ത് ചെയ്യും? ഇവിടെ വന്ന് വീഴും. ആ hν എനർജി ഗ്യാപ്പിനെക്കാളും കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. ആ പെയർ കാരണം ഒരു EMF ഉണ്ടാവും, ആ EMF കാരണം ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടും. ഇതാണ് ഫോട്ടോ ഡയോഡ്. അപ്പോൾ എന്താ സംഭവം? വെൻ hν എനർജി fall on PN ജംഗ്ഷൻ അല്ലേ, hν എനർജി എന്ത് ചെയ്യും? fall on PN ജംഗ്ഷൻ. ഇഫ് hν ഗ്രേറ്റർ ദാൻ Eg, എനർജി ഗ്യാപ്പ് ആ മെറ്റീരിയൽ എനർജി ഗ്യാപ്പിനെക്കാട്ടും കൂടുതലാണെങ്കിൽ, ഇഫ് hν ഗ്രേറ്റർ ദാൻ Eg, ഇലക്ട്രോൺ ഹോൾ പെയർ ടേക്സ് പ്ലേസ്. അപ്പോൾ hν ഗ്രേറ്റർ ദാൻ Eg ആണെങ്കിൽ, hν ഗ്രേറ്റർ ദാൻ Eg ആണെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ടേക്സ് പ്ലേസ്. ആ ജംഗ്ഷനിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ടേക്സ് പ്ലേസ്. ദിസ് സെറ്റപ്പ് ആൻഡ് EMF അല്ല, അപ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായാൽ പ്ലസും മൈനസും തമ്മിൽ ഒരു പെയർ ഉണ്ടായാൽ ഒരു EMF ഉണ്ടാവും. ദിസ് സെറ്റപ്പ് ആൻഡ് EMF അല്ലേ. ഇതാണ് ആര്? ഈ EMF ആണ് എന്ത് ചെയ്യുക? സെൻഡ് കറണ്ട്. EMF ഉണ്ടായാൽ ദിസ് സെൻഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണ ഫോട്ടോ ഡയോഡ് എന്നുള്ള സംഭവം. ക്ലിയർ ആണോ? അപ്പോൾ ഫോട്ടോ ഡയോഡ് എന്താണ് സംഭവം? ഇയാൾ വർക്ക് ചെയ്യുന്നത് ഏത് ബയാസ്ഡ് ആണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇയാൾ വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ്ഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഡിപ്ലീഷൻ ലെയറിലേക്ക് ഫോട്ടോൺ വന്ന് വീഴും. hν എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ. അപ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജി ഗ്യാപ്പിനെക്കാട്ടി കൂടുതലാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ നടക്കും. ഇലക്ട്രോൺ ഹോൾ പെയർ ടേക്സ് പ്ലേസ്. ഇതൊരു EMF ഉണ്ടാവും, ഇത് കാരണം ഒരു കറണ്ട് ഉണ്ടാവും. ഇത് സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിറ്റക്ട് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആണ്. ടു ഡിറ്റക്ട് ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഈ ഫോട്ടോ ഡയോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അയാളെ ഗ്രാഫ് അറിഞ്ഞിരിക്കണം. കാരണം അയാൾ വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ റിവേഴ്സ് ബയാസുള്ള ഗ്രാഫ് നമ്മൾ സാധാരണ ഇങ്ങനെയല്ല വരയ്ക്കാറ്. ഇത് IA, ഇത് V അല്ലേ. റിവേഴ്സ് ബയാസുള്ള ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് വരച്ചിരുന്നത്? ഇങ്ങനെ സാച്ചുറേഷൻ കറണ്ടിലേക്ക് പോകും. ക്ലിയർ? പക്ഷെ നമുക്കറിയാം ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ, നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചിട്ടുണ്ടാവും, ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ. സോ ദിസ് ഇസ് I3, I2, I1. കാരണം ഇയാൾ സാച്ചുറേഷൻ കറണ്ടിലെത്തി. കാരണം ഇയാൾ വർക്ക് ചെയ്യുന്ന ഏത് ബയാസ്ഡാണ്? റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഇങ്ങനെയല്ലേ വരിക? വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഇങ്ങനെ വരും. ആദ്യം കറണ്ട് കൂടും, പിന്നെ എല്ലാ മൈനോറിറ്റി ചാർജ് ഏരിയസ് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് സാച്ചുറേഷൻ ആവും. പക്ഷേ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി ഫോട്ടോണിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ ആര് കൂടും? ഫോട്ടോ കറണ്ട് കൂടും. ഫോട്ടോ കറണ്ട് കൂടും. ശരിയല്ലേ? അത് നിങ്ങൾ ഡ്യുവൽ നാച്ചുറൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇൻറ്റൻസിറ്റി. കാരണം ഈ I1, I2, I3 ആർക്കാണ് സാച്ചുറേഷൻ കറണ്ട് മാക്സിമം? I3. അപ്പോൾ ഇയാളുടെ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഇയാളുടെ ഇൻറ്റൻസിറ്റി മാക്സിമം. ഇൻറ്റൻസിറ്റി കൂടിയാൽ ഫോട്ടോ കറണ്ട് കൂടും. അപ്പോൾ ഫോട്ടോണിൻ്റെ ഇൻറ്റൻസിറ്റി, ഒരേ ഫോട്ടോണാണ്, 3 ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ 3 സാച്ചുറേഷൻ കറണ്ട് കിട്ടും. ഇൻറ്റൻസിറ്റി കൂടിയ ആൾക്ക് സാച്ചുറേഷൻ കറണ്ട് കൂടുതലായിരിക്കും. ക്ലിയർ?
ഇവിടെ ലാസ്റ്റ് വൺ ആണ് സോളാർ സെല്ല്. സോളാർ സെല്ലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി വേണ്ടി ഉപയോഗിക്കുന്നില്ലേ, സോളാർ സെൽ ഇതൊരു പി എൻ ജംഗ്ഷൻ തന്നെയാണ്. പക്ഷേ ഈ സോളാർ സെല്ലിന് നോ ബയാസിങ് റിക്വയർഡ് ആണ്. ബയാസിങ് നോട്ട് റിക്വയർഡ്. നമ്മൾ സാധാരണ ഇപ്പോൾ LED ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തു, ഫോട്ടോഡയോഡ് റിവേഴ്സ് ബയാസിൽ. പക്ഷേ സോളാർ സെല്ലിന് എന്താ ആവശ്യമില്ല, ബയാസിങ് നോട്ട് റിക്വയർഡ്, ബയാസിങ് ഒന്നും ആവശ്യമില്ല. ഇതും അത് തന്നെയാണ്. സോളാർ റേഡിയേഷൻസ് ഒന്ന് വീഴും. ഇവിടെ സോളാർ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോൺ. ആ ഫോട്ടോൺ വന്ന് വീഴുമ്പോൾ ഇതേപോലെ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായിരിക്കും. അത് അവസാനം എന്ത് സംഭവിക്കും, ഫോട്ടോ വോൾട്ടേജ് ആയിട്ട് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ സോളാർ റേഡിയേഷൻ ദാറ്റ് ഈസ് ഫോട്ടോൺ fall on PN junction. ഈ PN ജംഗ്ഷനിൽ ഒന്ന് വീഴും. ക്ലിയർ? സോളാർ റേഡിയേഷൻ ദാറ്റ് ഈസ് ഫോട്ടോൺ fall on PN ജംഗ്ഷൻ. ഇഫ് എച്ച് ന്യൂ ഗ്രേറ്റർ ദാൻ EG ആയിരിക്കണം അല്ലേ, കാരണം വീഴുന്ന സോളാർ റേഡിയേഷന് ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ ഗ്രേറ്റർ ദാൻ എനർജി ആയിക്കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ ടേക്സ് പ്ലേസ്. അപ്പോഴാണ് എന്ത് ചെയ്യുക, ജംഗ്ഷനിൽ ഇലക്ട്രോണും ഹോളും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ സോളാർ റേഡിയേഷൻ ദാറ്റ് ഈസ് ഫോട്ടോൺ fall on PN ജംഗ്ഷൻ ഇഫ് എച്ച് ന്യൂ ഗ്രേറ്റർ ദാൻ energy gap, separation of electrons and hole takes place. Separation of electron and hole takes place. Result in photovoltage. Result in photovoltage. അങ്ങനെയാണ് ഒരു ഫോട്ടോ വോൾട്ടേജ് ഉണ്ടാവുക, ഒരു കറണ്ട് ഒക്കെ കിട്ടുക. ക്ലിയർ? അത്രയേ ഉള്ളൂ. സോളാർ സെൽ. അപ്പോൾ സോളാർ സെൽ എന്താണ്, ഫസ്റ്റ് പോയിന്റ് ബയാസിങ് നോട്ട് റിക്വയർഡ്. Solar radiation that is photon falls on PN junction if H nu greater than EG, separation of electrons and holes takes place. This result in photovoltage and current. ഒരു ഫോട്ടോ വോൾട്ടേജും കറണ്ടും ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു ജസ്റ്റ് ഒരു ഗ്രാഫ് മാത്രം. ഇത് V, ഇത് I, ഇങ്ങനെയാണ് അവർ ആ ഗ്രാഫ് കൊടുത്തുള്ളത്. സോളാർ സെല്ലിൻ്റെ ഗ്രാഫ്. ഈ പോയിന്റ് A, ഈ പോയിന്റ് B. ഈ എനെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും, കാരണം ഇത് ബയാസിങ് നോട്ട് റിക്വയർഡ് ആണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഈ എനെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും, എ എന്നുള്ള പോയിന്റിനെ. ബിനെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയും, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയും. അപ്പോൾ എ എന്നുള്ള പോയിന്റ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും, ബി എന്നുള്ള പോയിന്റ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയും. കാരണം ഇവിടെ ഈ ആക്സിൽ കറണ്ട് ആണ്, ഈ ആക്സിൽ വോൾട്ടേജ് ആണ്. ഇതാണ് ഒരു സോളാർ സെല്ലിൻ്റെ ഗ്രാഫ്. പിന്നെ സാധാരണ എത്ര പഠിച്ചാൽ മതി ഗ്രാഫ്, ഇതിൻ്റെ പോയിന്റുകൾ. പിന്നെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒന്ന് സിലിക്കൺ ഉപയോഗിക്കാറുണ്ട്, സോളാർ സെൽ ഉപയോഗിക്കാൻ സിലിക്കൺ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിക്കാം. CDT, കാഡ്മിയം എന്താണ്, ടി എന്ന ടെറിലിയോ. ഓക്കെ. അപ്പോൾ സാധാരണ സോളാർ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടിങ് ഡിവൈസ് ഏതൊക്കെയാണ്, സിലിക്കൺ ഉപയോഗിക്കാം, ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിക്കാം, CDT ഉപയോഗിക്കാം. CDT ഒക്കെ ഹൈ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ ആയിരിക്കണം. ഇവരെ കഴിവ് എന്തായിരിക്കണം, ഈ മെറ്റീരിയലൊക്കെ ഹൈ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ വേണം, ഹൈ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ.